ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജൂലീസ് ഡേ ഔട്ട്. ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാതെ വലിയ ആക്റ്റീവ് ഒന്നും അല്ലാതിരിക്കുമായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ടിൻ്റെ ബിസിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം കൊല്ലത്ത് വന്നു. എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം നാട് കൊല്ലം. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറേ നാളെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട്, അപ്പോൾ എൻ്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് ജസ്റ്റ് ഓണം ടൈമൊക്കെ ആയതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കരുതി. കുറേ നാളായിരുന്നു കാപ്പിലും താന്നി ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട്. എനിക്ക് കൊല്ലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഈ കാപ്പിൽ താന്നി ബീച്ചൊക്കെ. കാരണം ഒരു പ്രത്യേക വൈബാണ്, നല്ല രസമാണ് കാണാൻ. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് നേരിട്ട് ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ്. ഇതേ കണ്ടോ, പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. പിന്നെ ഞാനിത് വെറുതെ ഒരു ജസ്റ്റ് ഔട്ടിങ് പോയപ്പോൾ പെട്ടെന്നൊന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനൊന്നും തരാൻ വേണ്ടിയിട്ടില്ല, അതിനുള്ളൊരു ടൈമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ലേറ്റായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5:30 5:45 ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ലൈവ് ഫിഷൊക്കെ കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഫേവറേറ്റ് എപ്പോഴും ഞണ്ടും കൊഞ്ചുമൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. ഈ പാലം കണ്ടോ, ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ കയറുമ്പോൾ പൊഴിക്കരയാണ്. അപ്പോൾ ഇവിടെ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇത് കാണുന്നത് കായലിൽ നിന്നുള്ള വെള്ളമാണ്. കായലിൽ നിന്ന് നേരെ ഒഴുകി അവിടെ കാണാൻ പറ്റും, കാണിക്കുന്നുണ്ട്. ആ എൻഡിൽ പോയിട്ട് ഇവിടുന്ന് കായലാണ്. ഈ കായലിൽ നിന്നുള്ള വെള്ളം ഇപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി വന്നിട്ട് അവിടുത്തെ കടലുണ്ടോ, അങ്ങറ്റത്തുള്ളത് കടലാണ്. അപ്പോൾ അവിടെയായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഈ കാണുന്നത് അമ്പലത്തിൽ കയറിയില്ല, വൈകുന്നേരത്ത് കയറാനുള്ളൊരു സമയമൊന്നുമില്ലായിരുന്നു. അത് വന്നിട്ട് അവിടുത്തെ ബീച്ചിനടുത്തുള്ളൊരു അമ്പലമാണ്. ഞാനിങ്ങനെ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും മഴയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് പിന്നെ ഞങ്ങൾ അടുത്ത ബീച്ചിലോട്ട് പോവുക. അടുത്തടുത്ത് തന്നെയാണല്ലോ താന്നിയും കാപ്പിലും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഈ ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെ വരുന്നത്. ജസ്റ്റ് പാസ് ചെയ്തൊക്കെ പോവാറുണ്ടെങ്കിലും ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് കുറേ നാളിന് ശേഷമാണ്. അവിടെ ഒത്തിരി മാറ്റമൊക്കെ വന്നു. അവിടെ ഉള്ളത് കഫേ ആണ്. ഈ ഏരിയയിലൊന്നും അങ്ങനെ കഫേയോ അല്ലെങ്കിൽ വെറും എന്താ പറയുക കാറ്റാടി മരങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു. ഒരുപാട് രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെ കുറച്ച് ഷൈനസൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് വീഡിയോസിലൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്തില്ല. പിന്നെ കണ്ട വ്യൂ, ഇതാണ് അവിടുത്തെ കാറ്റാടി മരങ്ങൾ. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നത് കായലാണ് കേട്ടോ, കായലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. കയാക്കിങ്ങും എല്ലാ ഫെസിലിറ്റീസുള്ള നല്ല നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കായലിൽ ജെല്ലി ഫിഷ് ഒരുപാടുണ്ട് കേട്ടോ. ജെല്ലി ഫിഷ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല, എന്നാലും ജെല്ലി ഫിഷ് ഒത്തിരി ഉള്ളൊരു കായലാണ്. ഞാൻ പണ്ട് ഒരു ഷൂട്ടിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും ഇങ്ങനത്തെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. അന്ന് കുറച്ചുകൂടെ തിക്കായിട്ട് ഈ കാറ്റാടി മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ മരങ്ങളൊക്കെ വെട്ടി കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ടൈമിൽ വന്ന സമയത്ത് അത് കുറേ കൂടെ ഒരു ഡേ ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ ഈ ജെല്ലി ഫിഷിനെയൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. പിന്നെ കുറച്ച് ഇരുട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും എനിക്ക് താന്നി ഇങ്ങനത്തെ ഈ ഒരു ബീച്ച് ഏരിയയിൽ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് കടലും കായലും, പിന്നെ രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണെങ്കിലും ഈ ഒരു ഈവനിങ് നൈറ്റ് ടൈമൊക്കെ എപ്പോഴും ഇങ്ങനെ മിസ്റ്റ് കൊണ്ട് മൂടി നിൽക്കുന്നത് പോലെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.